എലവഞ്ചേരി DMUP സ്കൂളിലെ സ്കൂൾ വികസന സമിതിയുടെ നേതൃത്വത്തിൽ കൊടുവാൾപ്പാറയിലെ സുമലതയ്ക്കും കുടുംബത്തിനും കൊച്ചു വീടൊരുങ്ങി. നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാനം നടന്നു. സ്കൂളിന്റെ നേതൃത്വത്തിൽ പഠനപ്പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ വീട് സന്ദർശിക്കുന്ന വേളയിലാണ് സുമലതയ്ക്കും 5 കുട്ടികൾക്കും താമസിക്കുവാൻ വീടില്ലെന്ന വിവരം സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഓലമേഞ്ഞ വെളിച്ചമില്ലാത്ത ചോർന്നൊലിക്കുന്ന ഓലപ്പുരയാണ് ഇവർക്കുണ്ടായിരുന്നത്. അധ്യാപകരും PTA-യും മാനേജ്മെന്റും വിദ്യാർത്ഥികളും സുമനസുകളും കൈകോർത്തപ്പോൾ ഈ കുടുംബത്തിന് അടച്ചുറപ്പുള്ള വൈദ്യുതി കണക്ഷനുള്ള കൊച്ചു വീട് പൂർത്തിയാവുകയായിരുന്നു. സുമലതയ്ക്കും മക്കൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനൊപ്പം കുട്ടികളുടെ പഠനം സുഗമമാക്കാൻ വെളിച്ചമുള്ള ഒരു കൊച്ചുവീട് നിർമ്മിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതരും കുട്ടികളും. കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനവും താക്കോൽദാനവും നിർവഹിച്ചു. ഒരു വീട് നിർമ്മിച്ച് നൽകി അതിൻ്റെ താക്കോൽ നൽകുന്ന ചടങ്ങാണ് ഇന്നിവിടെ ഈ സന്തോഷകരമായ വേളയിൽ നിർവഹിക്കപ്പെടുന്നത്. സുമലതയ്ക്കും കുട്ടികൾക്കും ഒരു കൊച്ചു വീട് എന്നുള്ള സന്ദേശം ഉയർത്തിയാണ് ഈ വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. DMUPS സ്കൂൾ വികസന സമിതിയും അതുപോലെ നമ്മുടെ നാട്ടിലെ നല്ലവരായ ആളുകളെല്ലാം ചേർന്നുകൊണ്ടാണ് ഇങ്ങനൊരു വീട് ഇവർക്ക് നിർമ്മിച്ച് നൽകിയത്. ആദ്യമായി തന്നെ ഈ കുട്ടികൾക്കും അതുപോലെ സുമലതയ്ക്കും വാസയോഗ്യമായിട്ടുള്ള ഒരു പാർപ്പിടം നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറായ DMUPS ഭാരവാഹികളെയും അതിന് നേതൃത്വം കൊടുത്ത ആളുകളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കെ ബാബു MLA ഉപഹാര സമർപ്പണവും ആദരിക്കലും നിർവഹിച്ചു. PTA പ്രസിഡന്റും സ്കൂൾ വികസന സമിതി ചെയർമാനുമായ C. രഞ്ജിത്ത് അധ്യക്ഷനായി. എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. മണികണ്ഠൻ, ജില്ലാ പഞ്ചായത്ത് അംഗം R. ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R. ശാന്തകുമാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം V. ചന്ദ്രൻ, കൊല്ലങ്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ D. സൗന്ദര്യ, സ്കൂൾ മാനേജർ P. ശിവദാസ മേനോൻ, മദർ PTA പ്രസിഡന്റ് A. ഫസീല, SRG കൺവീനർ അശ്വതി S. നായർ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ പ്രധാനാധ്യാപികയും സ്കൂൾ വികസന സമിതി കൺവീനറുമായ MN ബിന്ദുകല സ്വാഗതവും PTA വൈസ് പ്രസിഡന്റ് V. ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി.